Sir, as an IAS officer, sir, ഇപ്പം ആ ഒരു പദവിയിൽ ഇരിക്കുമ്പോൾ are you well happy to that? തീർച്ചയായും നമുക്ക് പലപ്പോഴും സാധാരണക്കാരനെ ഏറ്റവും കൂടുതൽ സഹായിക്കാൻ പറ്റുന്ന ഒരു ഫീൽഡാണിത്. കാരണം പലരും പറയും കാരണം IAS ഒന്നും ചെയ്യാനില്ല എന്നൊക്കെ പറയും. പക്ഷെ നമ്മുടെ മനസ്സിൽ നല്ലത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്യാനുള്ള അവസരം ഗവൺമെന്റ് നമുക്ക് തരാറുണ്ട്, പബ്ലിക് തരാറുണ്ട്. അത് പിന്നെ ജനങ്ങളുടെ സപ്പോർട്ട് നമുക്ക് കിട്ടും, നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ വന്നിട്ടുണ്ടോ? തീർച്ചയായും നമുക്ക് ഇപ്പം ഞാൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് IAS കിട്ടി വരുന്നത്. റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ താസാരായിട്ടൊക്കെ തുടങ്ങിയിട്ടുള്ള ആളാണ് സർവീസിൽ. ആ കാലഘട്ടത്തിലും സാധാരണക്കാരനെ ഇപ്പം കാലാകാലങ്ങളായി പട്ടയം കിട്ടാതെ പിന്നെ ഒരു കടമെടുക്കാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഒരു പട്ടയത്തിന് അപേക്ഷിക്കുമ്പോൾ അവർക്ക് പട്ടയം നമ്മൾ എത്രയും പെട്ടെന്ന് കടമ്പകളില്ലാതെ പെട്ടെന്ന് കൊടുക്കാൻ മിക്കതും നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ആവശ്യമില്ലാത്ത സംശയങ്ങളും ഇതും നമ്മൾ വെച്ച് പേടിച്ച് കൊടുക്കാതിരിക്കുന്ന അവസ്ഥ വരുമ്പോഴാണ് അവർക്ക് മാനസികമായിട്ട് അവർ തകർന്നു പോകുന്നത്. അത് നമുക്ക് കൊടുക്കാവുന്ന കാര്യങ്ങൾ ഇന്ന് കൊടുക്കാനുള്ളത് ഇന്ന് തന്നെ കൊടുത്താൽ അവർക്ക് അത്രയും സന്തോഷമുണ്ട്. അവരുടെ ആ സാറ്റിസ്ഫാക്ഷനാണ് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ. ശരിയാ സർ പറയുന്ന വളരെ ശരിയാ. ഇന്ന് കൊടുക്കാൻ പറ്റുന്നത് ഇന്ന് കൊടുക്കാൻ പറ്റണം. പക്ഷേ നമ്മുടെ ഓഫീസിൽ മിക്കവർക്കും അങ്ങനെ പറ്റുന്നില്ലല്ലോ. സംശയമാണ്. കാരണം ഇത് ഞാൻ പലരും ചിന്തിക്കുന്ന പല ഓഫീസേഴ്സും ചിന്തിക്കും. പൊതുവെ ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല. കാരണം നമ്മളൊരാൾക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളാണ് കൂടുതൽ ഞാൻ നോക്കുന്നത്. നമുക്കിത് എങ്ങനെ കൊടുക്കാതിരിക്കാമെന്ന് നോക്കുന്ന ഉദ്യോഗസ്ഥന്മാരുമുണ്ട്. കാരണം നിയമത്തിൻ്റെ ഓരോ വരികളുടെ ഇടയിലൂടെ വായിച്ച് ഇത് എങ്ങനെ റിജക്റ്റ് ചെയ്യാം, എങ്ങനെ എൻ്റെ തടി രക്ഷപ്പെടുത്താം, അങ്ങനെയാണ് ഈ പണിക്ക് വരണ്ട. ശരി. ഇപ്പൊ ജനങ്ങളെ സേവിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ശരിക്കും സാറിനോട് ഒരു സ്പെഷ്യൽ എന്താ പറയാ ഒരു സന്തോഷം എന്താ അറിയോ, രണ്ട് പ്രമുഖ ക്ഷേത്രങ്ങളാണ്. കാര്യം ഗുരുവായൂരപ്പനെ നമുക്ക് ഒരിക്കലും കളയാൻ പറ്റില്ല. അതേപോലെ നമ്മളൊക്കെ തിരുവനന്തപുരത്തുള്ളവരൊക്കെ ശരിക്കും ഞങ്ങളുടെയൊക്കെ മഹാരാജാവായിട്ട് ഞങ്ങൾ കാണുന്നതാണ് പത്മനാഭസ്വാമി. അല്ല, അതിൽ തന്നെ ഇപ്പോൾ ഗുരുവായൂരായാലും പത്മനാഭസ്വാമി ക്ഷേത്രമായാലും അവിടുത്തെ ശരിയായൊരു ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ കാണുന്നത് ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാർ തൊഴുക അല്ലെങ്കിൽ സ്വാധീനമുള്ളവർ തൊഴുക എന്നല്ല, സാധാരണക്കാരന് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ വന്ന് തൊഴുതു പോകാൻ കഴിയുമെങ്കിൽ അതിനുവേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യുന്നു, അതാണ് ഏറ്റവും ഭഗവാൻ നല്ല രീതിയിൽ കാണാം. തീർച്ചയായിട്ടും. അപ്പോൾ സാറിന് ആ ഒരു ഭഗവാനെ സേവിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഭഗവാനെ സ്നേഹിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച് അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. അങ്ങനെ കോൺഫിഡൻസ് ലെവൽ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ സാധിക്കും. അപ്പോൾ അതാണ് നമ്മൾ ഏത് തരത്തിലും കാണാം. കാരണം നമുക്ക് നല്ല കാര്യങ്ങൾ നടന്നു കിട്ടാൻ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് നടന്നു കിട്ടുമ്പോഴാണ് സുഖം. എന്നാൽ ആ സ്ഥാനത്ത് മറ്റൊരാളെ ദ്രോഹിക്കാൻ ഇപ്പോൾ പലപ്പോഴും പല ക്ഷേത്രങ്ങളും കാണും ശത്രു സംഹാര പുഷ്പാഞ്ജലി. യഥാർത്ഥത്തിൽ അത് ശത്രു സംഹാര പുഷ്പാഞ്ജലി, ശത്രുതാ സംഹാര പുഷ്പാഞ്ജലിയാണ്. ശത്രുതയെ ഇല്ലാതാക്കുന്ന പുഷ്പാഞ്ജലിയാണ്. അല്ലാണ്ട് ശത്രുവിനെ തകർക്കാൻ അയാളുടെ ശത്രുത ഇല്ലാതാക്കുക, അതെന്ന് വെച്ചാൽ അവരെ മിത്രമാക്കുക എന്നാണ്. അത് പലപ്പോഴും പല കാര്യങ്ങളും തെറ്റായിട്ട് നമ്മൾ വ്യാഖ്യാനിച്ചു പോകുന്ന കാര്യങ്ങൾ കുറേ ഉണ്ട്. സർ, ഇപ്പം ഈ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നമ്മുടെ ഈ പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. അവിടുത്തെ കുറച്ചൊക്കെ ആചാരങ്ങൾ സർ മാറ്റം വരുത്തിയെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കേട്ടിരുന്നു. ആചാരങ്ങൾ മാറ്റം വരുത്താൻ എക്സിക്യൂട്ടീവ് ഓഫീസർക്കോ കമ്മിറ്റിക്കോ അധികാരമില്ല. അതിൻ്റെ റിച്വൽസിൻ്റെ പൂർണ്ണ അധികാരം ഉള്ളത് തന്ത്രിക്കാണ്. തന്ത്രിമാരാണ് ഇതുപോലെ ഒരു ഇഷ്യൂ. ഇപ്പം ഒരു നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആചാരത്തിൽ ഭക്തന്മാർക്ക് ബുദ്ധിമുട്ട് വരുന്ന ഒരു അവസരം വന്നു കഴിഞ്ഞാൽ നമ്മളിത് തന്ത്രിക്ക് റെഫർ ചെയ്യും. തന്ത്രിയാണ് അതിൽ തീരുമാനം എടുക്കുന്നത്. തന്ത്രി തീരുമാനം എടുക്കുന്നത് വെറുതെ ഒരു മീറായിട്ടൊരു തീരുമാനമല്ല എടുക്കുന്നത്. അദ്ദേഹം പല പുസ്തകങ്ങൾ നോക്കിയും മറ്റ് പല അമ്പലങ്ങളിലെ ഇത് നോക്കിയതിന് ശേഷം അവർ ഗ്രൂപ്പായിരുന്നു ആലോചിച്ചിട്ടാണ് തീരുമാനം എടുക്കുന്നത്. അങ്ങനെ ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം ചുരിദാർ ഗുരുവായൂർ ആദ്യം അലോ ചെയ്തിരുന്നു പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം. അത് അലോ ചെയ്തതെന്ന് വെച്ചാൽ ഈ ചുരിദാർ വസ്ത്രത്തിൻ്റെ കാര്യങ്ങളിലേക്ക് അവർ കടന്നു. വസ്ത്രം കടന്നപ്പം സ്ത്രീകൾക്ക് ഭഗവത് പ്രസാദം കിട്ടുന്നത് മുഖത്തുകൂടിയാണ്, മുഖം മറയ്ക്കാൻ പാടില്ല. പുരുഷന്മാർക്ക് ചെസ്റ്റിലൂടെ മാറിലൂടെയാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ചുരിദാറായാലും സാരി ആയാലും ഒരുപോലെയാണ്. ഇതിനെല്ലാത്തിനും ഓരോ പൊരുളുണ്ടാവും. പക്ഷെ അപ്പോൾ സാർ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ഇതേമാതിരി ഉണ്ട്. പക്ഷെ വെളിയിൽ നിന്ന് മുണ്ട് വാങ്ങിച്ചു കൊടുത്തിട്ട് വെളിയിൽ നിന്ന് അതെന്ത് ഓക്വേർഡാണ്. അത് പൂർണ്ണമായിട്ടും ഞാൻ അത് ശരിയാണെന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല. ഭാവിയിൽ ഭക്തന്മാരുടെ ആവശ്യം വരികയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ തന്ത്രിക്ക് റെഫർ ചെയ്ത് തന്ത്രിയുടെ കയ്യിൽ നിന്ന് ഇതിന് അനുവാദം വാങ്ങിയിട്ട് നമ്മൾ ചെയ്യാവുന്നതേ ഉള്ളൂ. അമ്പലത്തിൽ തന്നെ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളില്ല. അത് പൂജാതി കാര്യങ്ങളിലുണ്ട്. പക്ഷേ ഭക്തന്മാർ വരുന്നത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും നമുക്ക് ബൈൻഡിങ് ആണ്. ഇപ്പോൾ പണ്ട് നരബലി നടത്തിയിരുന്നു എന്ന് പറയുന്ന അമ്പലങ്ങളിൽ അത് നടത്താൻ പറ്റില്ല, കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ അനുവദിക്കുന്നില്ല. അപ്പോൾ അതേ സ്ഥാനത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ അനുവദിക്കാത്ത കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ അനുവദിക്കുന്ന കാര്യങ്ങൾ അമ്പലത്തിന് യോജിച്ച വിധത്തിൽ എന്തും ആവാം.
കാലാകാലങ്ങളായിട്ട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പണ്ട് ഒറ്റക്കൽ മണ്ഡപത്തിൽ ആരെയും കയറ്റിയിരുന്നില്ല, കേട്ടിരുന്നില്ല. പിന്നെ അത് കയറ്റാൻ തുടങ്ങി.